വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാവരും പറഞ്ഞാൽ പോലും ഓടിച്ചു നോക്കിയിട്ട് ആരും മോശം പറയത്തില്ല. എനിക്കൊന്ന് എന്നോട് എല്ലാവരും ചോദിക്കും ഫോർച്യൂണർ ആണോ സിട്രോൺ ആണോ കൂടുതൽ ഓടിക്കാൻ ഇഷ്ടം. സിട്രോണിന്റെ വണ്ടികൾ കേരളത്തിൽ കുറവ് കാണുന്നതിന്റെ ഒരു അഭിപ്രായം എന്താണ്? വൈ സിട്രോൺ C5 ഓവർ BMW X1? പിന്നെ അതൊന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി താമസം എടുത്തു. ഓക്കെ, എനിക്കൊന്ന് നമ്മളൊരു 1-2 പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവരാണേലും അത് കണ്ടുപിടിച്ചത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. സിട്രോൺ എന്ന ഫ്രഞ്ച് ബ്രാൻഡ് ഇന്ത്യയിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഓരോ വർഷങ്ങളും അവർ ഓരോ വേരിയൻസ്, ഓരോ കാർസ് ഇറക്കി. അതിൽ ഏറ്റവും ആദ്യം സിട്രോൺ ഇന്ത്യയിൽ വന്നപ്പോൾ കൊണ്ടുവന്ന വെഹിക്കിളാണ് ഈ കിടക്കുന്നത്, സിട്രോൺ C5 എയർക്രോസ്. C5 എയർക്രോസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 100 ഇയേഴ്സിന് മുകളിൽ ഹിസ്റ്ററി ഉള്ള ഒരു ബ്രാൻഡാണ് സിട്രോൺ. പക്ഷേ ഇന്ത്യയിൽ വന്നിട്ട് കുറച്ച് നാളെ ആയതുള്ളത് കൊണ്ട് ഇന്ത്യക്കാർക്ക് അധികം പരിചയമില്ലാത്തൊരു വണ്ടിയാണ്, ഒരു ബ്രാൻഡാണ്. സോ ആദ്യമേ ഒരു ബെറ്റർ വാഹനം, അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള സിട്രോൺ C5നെ തന്നെയാണ് ആദ്യം കൊണ്ടുവന്നത്. അതിനുശേഷം C3യെ കൊണ്ടുവന്നു, C3 എയർക്രോസ് കൊണ്ടുവന്നു, ഈ C3 കൊണ്ടുവന്നു. ഇപ്പം സിട്രോണിൻ്റെ ബസോൾട്ടിൽ വന്ന് നിൽക്കുന്നു, അതായത് ഒരു കൂപ്പേ ഡിസൈനിൽ. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കൂപ്പേ ഡിസൈനാണ് സിട്രോണിൻ്റെ ബസോൾട്ട്. അങ്ങനെ പല വാഹനങ്ങൾ സിട്രോൺ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ C5 എയർക്രോസ് അത്ര അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നല്ല പ്രൈസ് വരുന്ന ഒരു വണ്ടിയാണ്, ഏകദേശം 45 lakhs-ഓളം പ്രൈസ് വരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഒരു 2 years ബിഫോർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് യൂസർ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു, അദ്ദേഹം ഒരു BMW 8 Series ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിന് ഡെയിലി യൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ഇതെന്നാണ് അന്നത്തെ റിവ്യൂവിൽ പറഞ്ഞത്. സോ അതുപോലെ നമ്മൾ വീണ്ടും ഒരു C5 എയർക്രോസിൻ്റെ റിവ്യൂവിനായിട്ട് വന്നിരിക്കും. സോ ഇതിൻ്റെ ഒരു യൂസറിനോട് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്ന, അല്ലെങ്കിൽ സിട്രോൺ എന്നുള്ള ബ്രാൻഡിൽ കിട്ടുന്ന ഒരു വിശ്വസ്തത, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കംഫർട്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. സോ സിട്രോൺ C5 എയർക്രോസിൻ്റെ യൂസർ. ഹായ് ബ്രോ. ഹലോ, വെൽക്കം ടു ചാനൽ. താങ്ക് യു. ബോയ്ഡ് ജെയിംസ് എന്നാണ് ബ്രോയുടെ പേര്. ബ്രോ എന്ത് ചെയ്യുന്നു എന്നുള്ളതും പ്രേക്ഷകരോട്. ഞാൻ സ്റ്റുഡൻ്റ് ആണ്, രാജഗിരി കോളേജിൽ പഠിക്കുകയാണ്. BBA സെക്കൻഡ് ഇയർ, ഇപ്പം തേർഡ് ഇയർ ക്ലാസ് തുടങ്ങുന്നു. ഓക്കെ. സോ സിട്രോൺ C5 എയർക്രോസ് അധികം റോഡിൽ കാണാൻ കിട്ടാത്തൊരു വണ്ടി, വളരെ റെയറായിട്ടുള്ളൊരു വണ്ടി. ഈ വണ്ടിയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. കാരണം ഒരു 4 years ബിഫോർ ഇത് വന്നപ്പോൾ എങ്ങനെ ഒരു പുതിയ ബ്രാൻഡ്, അതോ പുറത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, പുറത്തുനിന്ന് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, എങ്ങനെയാണ് ഈ ബ്രാൻഡിലേക്ക്, ഈ വണ്ടിയിലേക്ക് വന്നത്? ആക്ച്വലി നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് 2021-ലാണ്. ഇതൊന്നും നമ്മുടെ കൊറോണയുടെ ടൈമിലായിരുന്നു വണ്ടി എടുത്തത്. അത് എനിക്കൊന്നും നമ്മൾ വണ്ടി ഏകദേശം തുടങ്ങിയ ഒരു ഫസ്റ്റ് 5-ൽ എടുത്ത ആദ്യത്തെ 5 വണ്ടിയിലൊരു വണ്ടിയാണ്. എനിക്കൊന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഈ വണ്ടി എടുത്തു എന്നുള്ളത്. എനിക്കൊന്ന് അതിനെല്ലാവർക്കും ഞാൻ വരെ ഉത്തരം കൊടുക്കുന്നത് കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട്. എനിക്കൊന്ന് ഓടിച്ചു നോക്കിയിലേക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാവരും പറഞ്ഞാൽ പോലും ഓടിച്ചു നോക്കിയിട്ട് ആരും മോശം പറയത്തില്ല. ബിക്കോസ് എനിക്ക് ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ 10 on 10 തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ. സോ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയോ ഇങ്ങനെ ഒരു ബ്രാൻഡ് വരുന്നെന്ന് കേട്ടപ്പോൾ? എനിക്ക് എൻ്റെ ഫാദറായിരുന്നു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്, ഞാനന്നേരം ഇവിടെ ഇല്ലായിരുന്നു. അപ്പം പുള്ളിയാണ് ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തത്. എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു ഈ വണ്ടി തന്നെ എടുത്താൽ മതി. അങ്ങനെയാണ് എനിക്കൊന്ന് ഈ ബ്രാൻഡ് ലോഞ്ച് ചെയ്ത തുടക്കത്തിൽ തന്നെ നമ്മളിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. കിട്ടി. ഓക്കെ. സോ ഏത് ബ്രാൻഡ്സ് ഒക്കെ വേറെ ട്രൈ ഔട്ട് ചെയ്തു ഇതിൻ്റെ കൂടെ പാരലലി? നമ്മളിതിന് മുന്നേ നമുക്കൊരു ഇന്നോവ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ജാഗ്വർ F-Pace ഉണ്ടായിരുന്നു. ഓക്കെ. ജാഗ്വർ F-Pace. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടി ഒന്ന് സ്വിച്ച് മാറുന്നതിലേക്ക് എത്തിയപ്പോൾ നമ്മൾ പിന്നെ X1 നോക്കി, XC40 നോക്കി, അങ്ങനെ എനിക്കൊന്ന് കുറേ വണ്ടി നോക്കി. അപ്പം അതിനിടയ്ക്കാണ് ഇത് വന്നത്. ഇത് ചുമ്മാ റാൻഡായിട്ട് വന്നതാണ്. അപ്പോൾ ചുമ്മാ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയേക്കാന്ന് ഓർത്ത് എനിക്കൊന്ന് അന്ന് നമ്മൾ പോർഷയുടെ സ്റ്റോറിൽ പോയാണ് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് വണ്ടിയുടെ. അവിടെ ആയിരുന്നു എനിക്ക് അന്നേരം പറ്റി. എനിക്കൊന്ന് ഇതിന്റെ ഷോറൂം ഒന്നും ആയിട്ടില്ലായിരുന്നു കൊച്ചിയിൽ, ഐ ഗെസ് അങ്ങനെയാണെന്ന് തോന്നുക. അപ്പം നമ്മൾ അന്ന് അവിടെ നിന്നാണ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തത്. അപ്പം അന്നേരം എൻ്റെ ഫാദർ ആയിരുന്നു എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയി. സോ അങ്ങനെ പിന്നെ വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. വൈ സിട്രോൺ C5 ഓവർ BMW X1? അത് ഫസ്റ്റിലൊന്ന് ചോദിക്കുകയാണ്. X1-ഉമായിട്ടുള്ള കമ്പാരിസണിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്തു ഫസ്റ്റിലെ ഒരു ഇംപ്രഷനിൽ തന്നെ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഇംപ്രസ് ചെയ്ത കാര്യം ഓടിക്കാനുള്ള ഒരു കംഫർട്ടാണ്. പെർഫോമൻസ് വെച്ചിട്ടാണോ അതോ അതിന്റെ സസ്പെൻഷന്റെ ഗുണം? എസ്പെഷ്യലി സസ്പെൻഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് എനിക്കൊന്ന് ബാക്കിയുള്ള ഇപ്പം നമ്മൾ കൂടെ ഇപ്പം നമുക്കൊരു ഫോർച്യൂണർ ഉണ്ട്. അപ്പോൾ അതും ഇത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ സസ്പെൻഷനിലും ആ ഒരു കംഫർട്ടിലൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഞാൻ ബാക്ക് സീറ്റിലെ കംഫർട്ടിനെ ഭയങ്കരമായിട്ട് എടുത്ത് പറയുന്നില്ല. ബേസിക്കലി മെയിനായിട്ട് പറയുന്നത് ഡ്രൈവിംഗ് കംഫർട്ടാണ്. ഡ്രൈവിംഗ് കംഫർട്ട് ഞാൻ പറഞ്ഞില്ലേ 10 on 10 തന്നെ കൊടുക്കാം. ബിക്കോസ് നമുക്ക് ഓടിച്ച് നോക്കിയപ്പോൾ അത്രയും
കംഫർട്ടബിൾ ആയിട്ട് തോന്നിയോണ്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. ഓക്കെ. സോ അന്ന് ഇതെടുത്തപ്പോൾ ഓൺ റോഡ് പ്രൈസ് എത്രയായിരുന്നു? അന്ന് നമ്മൾ ഓൺ റോഡ് പ്രൈസ് ഐ ഗെസ് 42 ഓൺ റോഡ് എല്ലാം കഴിഞ്ഞു എവറിത്തിങ്. സോ 2 വേരിയൻസ് ഉണ്ടായിരുന്നു. അതെ, ഇത് അതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആണ്, ബ്ലാക്ക് കളറ്. പിന്നെ നമുക്ക് അന്ന് നമ്മൾ എടുക്കാൻ ലൈക്ക് ബ്ലാക്ക് ഓർ മറ്റേ ഗ്രേ ആൻഡ് ബ്ലാക്ക് ഒരു കോമ്പിനേഷൻ ഡ്യുവൽ ടോൺ കളർ ഉണ്ടായിരുന്നു, അത് നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ബ്ലാക്കിലേക്ക് തന്നെ വന്നു. ഓഫ് കോഴ്സ് എനിക്കൊന്ന് സിട്രോയിൻ്റെ എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ബ്ലാക്ക് തന്നെയാണ് മറ്റ് കളർ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ തന്നെ നമ്മൾ ബ്ലാക്ക് എടുക്കാൻ തീരുമാനിച്ചു. മറ്റ് കൺട്രീസിലൊക്കെ പോകുമ്പോൾ കുറേ സിട്രോൺസ് കാണാൻ പറ്റും, കാണാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഓടിച്ചിട്ടില്ല ഇതുവരെ. ഏതായാലും നാട്ടിൽ വളരെ കുറവാണ്, ഭയങ്കര കുറവാണ്. അതിനെപ്പറ്റി എന്താണ് ബ്രോയ്ക്ക് പറയാനുള്ള അഭിപ്രായം? വണ്ടികൾ, സിട്രോണിൻ്റെ വണ്ടികൾ കേരളത്തിൽ കുറവ് കാണുന്നതിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? മേ ബി എനിക്കൊന്ന് ഓവർ പ്രൈസ്ഡ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഒത്തിരി പേര് പറയുന്നത്. ലൈക്ക് 42 lakhs ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആണ്. സോ അത് C5-ന് C5-ൻ്റെ കാര്യം പറഞ്ഞത്, അതിന് ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് ഫീച്ചേഴ്സിൻ്റെ ഒക്കെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് മേ ബി ഓവർ പ്രൈസ്ഡ് എന്ന് തന്നെ പറയാം. ബിക്കോസ് അങ്ങനെ നമുക്കങ്ങനെ എടുത്ത് പറയാൻ മാത്രം വലിയ ഫീച്ചേഴ്സ് എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ബേസിക്കലി മെയിനായിട്ട് നോക്കിയത് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന സുഖം, കംഫർട്ടബിൾ ആണോ, പിന്നെ സസ്പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. അത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം പിന്നെ നമുക്ക് തോന്നി കുഴപ്പമില്ല ഇത്രയും പൈസ കൊടുത്താലും, ബട്ട് സ്റ്റിൽ ഇപ്പോഴാണെങ്കിലും വേർത്ത് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതിലൊരു റിഗ്രറ്റ് ഒന്നുമില്ല. ഓക്കെ. സോ ഇനി നമുക്ക് അകത്തോട്ട് കയറാം, അല്ലെങ്കിൽ വെയിലത്ത് വയ്ക്കുന്നതിന് ആരെങ്കിലും കമൻറ്റ് ചെയ്യും. അതെ. ഓക്കെ. സോ C5 എയർ ക്രോസിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വന്നു. ഞാൻ കയറും ഫസ്റ്റിൽ വണ്ടി കണ്ടപ്പോഴേ ഒരു വൗ ഫീലാണ് എനിക്ക് അകത്ത് കയറിയപ്പം തോന്നിയിട്ടുള്ളത്. നേരത്തെ C5 എയർ ക്രോസ് കണ്ടപ്പോൾ ബ്രോയുടെ ഫീൽ മീൻസ് ഒരു ഇതെന്തായിരുന്നു ആദ്യം കണ്ടപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിൽ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പൊതുവെ ബ്ലാക്ക് കളർ അത്യാവശ്യം ഇഷ്ടമുള്ളൊരു കളറാണ്. നമ്മളിപ്പോൾ ഇൻറ്റീരിയർ നോക്കിയാലും എല്ലായിടത്തും തന്നെ ഒരു ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷനാണ്. പിന്നെ അത് മാത്രമല്ല മറ്റേ ഒരു ബേസിക് സിമ്പിൾ സ്റ്റൈലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെനിക്ക് ബേസിക്കലി എനിക്ക് ഇച്ചിരി സിമ്പിൾ ആയിട്ടുള്ള എപ്പോഴും ഇഷ്ടം, അതങ്ങനെ തന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. സോ ഈ ഒരു ഗിയർ നോബ്സ് ഒക്കെ എങ്ങനെ എന്തുമാത്രം എനിക്കൊന്നത് കണ്ടോ, ഇവിടെയൊക്കെ മൊത്തത്തിൽ നോക്കുമ്പോഴാണേലും ഒട്ടും ഓവറല്ല, മൊത്തത്തിൽ സിമ്പിളാണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനാണേലും ഭയങ്കര എളുപ്പമാണ്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമാണേലും മൊത്തത്തിൽ എല്ലാം ഭയങ്കര സിമ്പിളാണ്. ഇത് ഹാൻഡ് ബ്രേക്കാ, അത് തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേറെ വൃത്തികേടുകളൊന്നും അറിയാതെ എല്ലാം പ്രോപ്പറായിട്ട് ഇന്റീരിയേഴ്സ് ഒക്കെ ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. വണ്ടിയുടെ വലിയൊരു പാനോറമിക് സൺറൂഫ് ഉണ്ട്. ഞാൻ തുറന്നിട്ടതാണ് കേട്ടോ, അല്ലാതെ പൊതുവെ തുറക്കാറുണ്ടോ? പൊതുവെ ഇപ്പോഴത്തെ ചൂടൊക്കെ കാരണം തുറക്കാറില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ. ഓക്കെ ഫൈൻ. അപ്പം ഇതിനകത്ത് അട്രാക്ട് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് ഇതിൽ? എനിക്ക് അട്രാക്ട് ചെയ്തേക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് ഓഫ് കോഴ്സ് വണ്ടിയുടെ പവർ, അതൊക്കെ നമ്മൾ എന്താണേലും പറയേണ്ട കാര്യമാണ്. വണ്ടിയുടെ പവർ ഓഫ് കോഴ്സ് എനിക്കിഷ്ടമാണ്. പിന്നെ ഇന്റീരിയർ ഫീച്ചേഴ്സിലേക്ക് വരുമ്പം ബേസിക് ആയിട്ട് നമ്മൾ വണ്ടിയിൽ കാണുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉള്ളൂ. ഈ ഒരു ബഡ്ജറ്റ് വണ്ടികളിൽ കാണുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ? 100% ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഡ്രൈവിംഗ് സീറ്റ് മാത്രമേ ഇതിനകത്ത് ഇലക്ട്രിക് ഉള്ളൂ. ഓക്കെ. കോ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക് ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും പ്രൈസ് ഉള്ള വണ്ടി ആകുമ്പോൾ എനിക്ക് ഇപ്പോൾ ഒരുവിധം എല്ലാ വണ്ടിയിലും ഫ്രണ്ടിൽ 2 സീറ്റ് ഇലക്ട്രിക് ആണ്. ബഡ്ജറ്റ് ലെവലൊക്കെ വരുമ്പോൾ അതെ. അപ്പം ഇപ്പം ഈ വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെയില്ല. ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് ടൂസോണുമായിട്ടും നമ്മുടെ CR-V പറയാം ആ സമയത്തൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഫോക്സ് വാഗൺ ടിഗ്വാൻ പറയാം, അതൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന പ്രൈസിന്റെ കാര്യം വരുമ്പോ സോ അത് പിന്നെ പോകുന്നല്ലോ. വളരെ റെയർ ആയിട്ട് കാണുന്ന C5 ക്രോസ് ഇപ്പൊ ഷൂട്ടിന് വന്നപ്പോൾ 2 പ്രാവശ്യം കണ്ടു, എന്താണെന്നറിയില്ല. ഓക്കെ. പിന്നെ ഡ്യുവൽ സോൺ AC ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് AC-യുടെ കൂളിംഗ് കാര്യങ്ങൾ? AC കുഴപ്പമൊന്നുമില്ല, നല്ല AC-യാ. ഇൻഫർടൈൻമെന്റ് വൈസ് അതിന്റെ റെസ്പോണ്ട് എന്തുമാത്രം? അതൊക്കെ പക്കായ, മോശം പറയാനൊന്നുമില്ല, അതൊക്കെ എവറിത്തിങ് പെർഫെക്റ്റ്. ഓക്കെ. വാട്ട് അബൌട്ട് സ്റ്റിയറിംഗ് ആണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. എനിക്കൊന്നത് ബ്രോ ഓടിച്ച് നോക്കിയില്ല, ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. കണ്ടോ, ഭയങ്കര സിമ്പിൾ. നമുക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഈസിയാ, ഭയങ്കര സിമ്പിളാ. നമുക്കൊരു എഫേർട്ട് എടുത്ത് ഡ്രൈവ് ചെയ്യേണ്ട പോലെ തോന്നത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര സിമ്പിളാ. നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളവൊക്കെ നമ്മൾ മറ്റേ എടുത്ത് വളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഈ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എല്ലാവരുടെയും ഇംപ്രഷൻ മാറും. ലൈക്ക് ഡ്രൈവിംഗ് കംഫർട്ട് ഭയങ്കര നല്ലതായതുകൊണ്ട് ഉറപ്പായിട്ട് ഓടിക്കുന്നവർക്കൊക്കെ വണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ അതെ അതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. ഓക്കെ
സോ പേരൻസും യൂസ് ചെയ്യുന്നതാണ് വണ്ടി? എനിക്കൊന്ന് എന്നെ കഴിഞ്ഞും കൂടുതൽ എൻ്റെ പേരൻസാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലെല്ലാവരും വണ്ടി ഓടിക്കും. ഓക്കെ. അപ്പ, അമ്മ, സിസ്റ്റേഴ്സ് എല്ലാവരും വണ്ടി ഓടിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടിയാണ്. അതുകൊണ്ട് എനിക്കൊന്ന് കൂടുതൽ എടുക്കുന്നതും ഇതാണ്. ഞാൻ ചോദിക്കാൻ വന്നത്, ഫോർച്യൂണർ ഉണ്ട്, പിന്നെ വേറെ ഇന്നോവ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഓട്ടമുള്ള വണ്ടി എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കും. എല്ലാവർക്കും ഓടിക്കാനും ഇഷ്ടമുള്ള വണ്ടി ഇതാണ്. പ്രത്യേകിച്ച് മമ്മിക്ക് എനിക്കൊന്ന് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് എല്ലാവരുടെയും തന്നെ ഫേവറേറ്റാ വീട്ടില് ഇതാണ്. അതുകൊണ്ട് കൂടുതൽ ഈ വണ്ടിയാണ് എടുക്കുന്നത്. ഓക്കെ. ഒരു 51,500 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. ഈ ഒരു 3-4 ഇയേഴ്സ് ഉണ്ടല്ലേ? 3 ഇയേഴ്സ് 2021 എടുത്ത 3 ഇയേഴ്സ്. ഓക്കെ. 3 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് അത്രയും കിലോമീറ്റർ ആയി. ഫോർച്യൂണറിനെ വെച്ചിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്യാണ്. കമ്പാരിസണിൽ എന്തൊക്കെയാണ് പെട്ടെന്ന് തോന്നിയ ചേഞ്ചസ്? അത് വേണമെങ്കിൽ നമുക്കൊന്ന് ഓടിച്ചോണ്ട് പറയാം അല്ലേ? നമ്മള് വളരെ ഒരു ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും റോഡില്ലാത്ത ഒരു ഭാഗത്തോടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും അട്രാക്ഷൻ ഉള്ള ഒരു കാര്യമാണ് സസ്പെൻഷൻ. അതിപ്പം നല്ലതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മാച്ചിങ് കാർപ്പറ്റ് എഫക്ട് എന്നൊക്കെ പറയാൻ പോകുന്ന പോലെ അല്ലേ? ഓക്കെ. സോ അത് നമ്മൾ ചോദിച്ച ക്വസ്റ്റിന്റെ ബാക്കിയിലേക്ക് കടക്കാം. അതെ, എനിക്കൊന്ന് എന്നോട് എല്ലാവരും ചോദിക്കും ഫോർച്യൂണർ ആണോ സിട്രോൺ ആണോ കൂടുതൽ ഓടിക്കാൻ ഇഷ്ടം. അങ്ങനെ ചോദിക്കുമ്പം എനിക്ക് ആക്ച്വലി ഒരു വണ്ടിയുടെ പേര് ഞാൻ പറയത്തില്ല, പക്ഷെ ഉറപ്പായിട്ടും രണ്ടും ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് സെഗ്മെന്റ് അല്ലേ. ഫോർച്യൂണർ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമല്ലേ ഇത് ഓടിക്കുമ്പോൾ. ഉറപ്പായിട്ട് ഇത് ഓടിക്കുമ്പോൾ ഒരു സ്റ്റൈലേ അല്ല ഫോർച്യൂണർ ഓടിക്കുമ്പോൾ. ഇത് ഇച്ചിരൂടെ ഐ ഫീൽ ഇച്ചിരൂടെ ഒരു സ്പോട്ടി, നമുക്കിപ്പോൾ ഒരു സ്പീഡിലൊക്കെ പോയി ഒരു ഡ്രൈവ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വണ്ടിയെ ഞാൻ ഓടിക്കത്തുള്ളൂ. ഐ മീൻ ഈ വണ്ടിയെ ഞാൻ നല്ലതെന്ന് പറയത്തുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇച്ചിരി പൊങ്ങിയൊക്കെ ഇരുന്ന് അതെ നമുക്ക് ഇച്ചിരി ഓഫ് റോഡൊക്കെ പോയി ഒന്ന് ഇച്ചിരി സ്റ്റൈലിൽ പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഉറപ്പായിട്ട് ഫോർച്യൂണർ. ബിക്കോസ് നമുക്ക് വണ്ടിയെ കയറുമ്പോൾ തന്നെ വ്യത്യാസം അറിയാം. ഫോർച്യൂണർ നമ്മൾ ഓടിക്കാൻ പോകുന്നതിൻ്റെ ഒരു വ്യത്യാസം ഇതാണ്. ഇച്ചിരി താന്ന് ആ ഒരു സ്പോട്ടി ഫീൽ നമുക്ക് കിട്ടും. വണ്ടി സ്പീഡിലൊക്കെ നമുക്കൊന്ന് പറപ്പിച്ച് സ്പീഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അതെ എങ്കിലും എനിക്കൊന്ന് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന സിട്രോൺ ആയിരിക്കും. ഫാമിലിക്കോ മീൻസ് ഒരു ഫാമിലി കാറായിട്ട് അവർ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ലോങ് ജേർണി പോകുമ്പോൾ സിട്രോൺ ആയിരിക്കുമോ അതോ ഫോർച്യൂണർ ആയിരിക്കുമോ ചൂസ് ചെയ്യാൻ? എനിക്കൊന്ന് വീട്ടിലെല്ലാവരും താല്പര്യപ്പെടുന്ന ഫോർച്യൂണർ എടുക്കാനാണെങ്കിലും എനിക്ക് ഓടിക്കാൻ കൂടുതൽ ഇഷ്ടം ഞാൻ പറഞ്ഞില്ല സ്പീഡ്. ഓഫ് കോഴ്സ് എനിക്ക് ഇതിന്റെ പവറും സ്പീഡും കൺട്രോളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും താല്പര്യപ്പെടുന്നത് ഈ വണ്ടി എടുക്കാനാണ്. എന്നോർത്ത് ഇതുകൊണ്ട് ലോങ് പോയിട്ടില്ലെന്നല്ല, ഉറപ്പായിട്ടും വണ്ടിക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ളതുകൊണ്ട് പറഞ്ഞില്ലേ ഏകദേശം നമ്മള് സിംഗിൾ സ്ട്രെച്ചിൽ എനിക്കൊന്ന് വയനാട് പോയിട്ടുണ്ട്, പിന്നെ നമ്മള് മംഗലാപുരം പോയിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവ് ഒക്കെ അത്യാവശ്യം പോകുന്ന. അതുകൊണ്ട് ഇപ്പൊ 51,600 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. സോ 51,600 കിലോമീറ്റേഴ്സിൽ എത്ര തവണ സർവീസ് ചെയ്തിട്ടുണ്ട്? അയ്യോ കറക്റ്റ് ആണ് എനിക്ക് അറിയത്തില്ല. കുഴപ്പമില്ല, ഒരു ഏകദേശം 10,000 റേഞ്ചിൽ കൊടുക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു 12,000-13,000 ഒക്കെയാണ് യൂഷ്വലി ഒരു ആവറേജ് പറയുവാണ് വരുന്നത്. പിന്നെ അതല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ ഒക്കെ ചെയ്യുമ്പോഴേ അതിൽ കൂടുതൽ പോകത്തുള്ളൂ. അതൊന്നും എപ്പോഴും വരുന്ന കാര്യമല്ലല്ലോ. എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ള എക്സ്ട്രാ സർവീസ് മീൻസ് റെഗുലർ സർവീസിനല്ലാതെ ഷോറൂമിൽ കയറേണ്ട കാര്യം അവസ്ഥ വന്നിട്ടുണ്ടോ? അങ്ങനെ എനിക്കൊന്ന് ഈ ഇടയ്ക്ക് റീസെന്റ് എനിക്ക് ഒരു 1 month ബാക്ക് നമുക്ക് ഇതിനകത്ത് ഭയങ്കര സ്മോക്കിന്റെ ഇഷ്യൂ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതെന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു, മറ്റേ നമ്മുടെ AdBlueന്റെ ഫിൽറ്ററിന്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പൊ ആ ഫിൽറ്റർ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓക്കെ ആയി, പെർഫെക്റ്റ് ആയി. പിന്നെ ഇതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ വരാൻ താമസമുണ്ട്. അതൊക്കെ എനിക്കൊന്ന് ഇതിനാകെ വന്നിരിക്കുന്ന കംപ്ലൈന്റ് ഞാൻ പറയുന്നില്ല, നമുക്കൊരു ലാഗ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ട് വന്നേക്കുന്ന ഫിൽറ്ററിന്റെ AdBlueന്റെ ഫിൽറ്ററിന്റെ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളൂ. അതെനിക്കൊന്ന് നമ്മൾ ആ ഫിൽറ്റർ ഓർഡർ ചെയ്ത് എനിക്ക് തോന്നുന്നു ഏകദേശം 20 days എടുത്തു വരാൻ. അത് ഫ്രാൻസിൽ നിന്ന് വരണമായിരുന്നു. നമുക്കിതിന്റെ മെയിൻ പാർട്സുകളൊന്നും ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഡിലേ വരും. എനിക്കൊന്ന് അത് മാത്രമേ നമുക്ക് അതിന്റെ ആ ഒരു പ്രശ്നത്തിന് മാത്രമേ നമ്മൾ വണ്ടി സർവീസ് അല്ലാതെ കൊടുത്തിട്ടുള്ളൂ. സർവീസിന് കൊടുക്കുമ്പോൾ നോർമലി പീരിയോഡിക് സർവീസിന് എത്ര കോസ്റ്റ് ആണ് ആകാറുള്ളത്? 12,000 ആവറേജ് ഞാൻ പറഞ്ഞില്ലേ. അത് കിലോമീറ്റർ അല്ല പറഞ്ഞല്ലേ, ഞാൻ എത്ര കിലോമീറ്റേഴ്സ് ഇന്റർവെൽ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അത് 10,000 കിലോമീറ്റർ. സോ അതായത് 10,000 കിലോമീറ്റർ ഇന്റർവെൽ സർവീസ് ചെയ്യുമ്പോൾ 12,000 റുപ്പീസോളാണ് ആവറേജ് ആകാറുള്ളത്. ചിലപ്പോൾ 12 എന്നുള്ള 10 ആവും, അങ്ങനെയൊക്കെ. പിന്നെ സർവീസ് സെന്ററിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പെട്ടെന്ന് സർവീസുകളൊക്കെ മീൻസ് ഈ പറഞ്ഞ കേസിലല്ലാതെ പെട്ടെന്ന് കിട്ടാറുണ്ടോ? അതൊക്കെ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ സർവീസിന് ഞാൻ കൊടുത്തപ്പോഴാണെങ്കിലും എനിക്ക് അന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം പോയ പിറ്റേ ദിവസം
അതേ ഉള്ളൂ. അതിൽ കൂടുതൽ താമസമൊന്നും ഇതുവരെ വന്നിട്ടില്ല. എവിടെയാ ചെയ്യുന്നത്? ഇവിടെ കളമശ്ശേരി തന്നെ ആണ് അവരുടെ സർവീസ് സെന്റർ. അവരുടെ ഷോറൂം ഉള്ളത് മരടാണ്. സർവീസ് സെന്റർ കളമശ്ശേരിയിലുള്ള. അപ്പം ഞാൻ കോളേജ് ഇവിടെ തന്നെ ആയതുകൊണ്ട് എനിക്ക് അതൊക്കെ ഈസിയാണ്. സർവീസിന്റെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാ, പെട്ടെന്ന് കിട്ടും. ഞാൻ രാവിലെ കൊടുത്ത വൈകുന്നേരം ആകുമ്പോൾ അവര് ഇതുവരെ തന്നിട്ടുണ്ട്. ഡ്രോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബിക്കോസ് അവർക്ക് സർവീസ് നെറ്റ്വർക്ക്സ് വളരെ കുറവാണ് കേരളത്തിൽ നോക്കുമ്പോൾ. ട്രിവാൻഡ്രം ഉണ്ട്, കാലിക്കറ്റ്, കൊച്ചി, അങ്ങനെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. ഡ്രോപ്പ് സൗകര്യങ്ങളുണ്ട്. അടുത്ത ഷോറൂം ഇല്ലാത്തവർക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ? ഓക്കെ. സോ ഇനി വണ്ടിയുടെ നെഗറ്റീവ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിന്റെ പോരായ്മകൾ പറയാനുള്ളത്? പോരായ്മകൾ എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്ത കാര്യം ഈ കോ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക് അല്ലെന്നുള്ളതാണ്. അത് നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സെഗ്മെന്റിലുള്ള എല്ലാ വണ്ടികളിലും എനിക്ക് അറ്റ്ലീസ്റ്റ് ഫ്രണ്ടിലെ 2 സീറ്റ് ഇലക്ട്രിക് ആയിരിക്കും. ഇതിപ്പോ അതങ്ങനല്ല. പിന്നെ ബാക്കിൽ ഹാൻഡ് റെസ്റ്റ് ഇല്ല. ഹാൻഡ് റെസ്റ്റ് ഇല്ല. അവിടെ മറ്റേ സീറ്റിന്റെ ഇത് വന്നിരിക്കുന്നതുകൊണ്ട് അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, എനിക്കൊന്ന് ബൂട്ട് സ്പേസ് ഒരു ഇച്ചിരൂടെ കുറച്ച് ബാക്കിൽ ലെഗ് സ്പേസ് ഇച്ചിരൂടെ കൂട്ടുമായിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. നിലവിൽ ലെഗ് സ്പേസ് കുറവാണെന്ന് തോന്നാറുണ്ടോ? കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ബൂട്ട് സ്പേസ് ഇത്ര ഉള്ളതുകൊണ്ട് ഫീലിലേക്ക് ഇച്ചിരൂടെ വേണം ആക്കുമായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. അതെ 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 അതെ. നമുക്കത് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം. പിന്നെ വണ്ടിയിൽ ഇവിടെ 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ തുറക്കും. പിന്നെ അതുകൊണ്ട് പിന്നെ ബൂട്ടിൽ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പൊ അത് അപ്പൊ അങ്ങനെ അതിലൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഉണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ വന്നിരിക്കുന്നത് ചൂടടിച്ച് കയറുന്നുണ്ടോ? ഇല്ല, ചൂടടിച്ച് കയറുന്നില്ല. പ്രശ്നമില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നു. ഗ്ലാസ് തൊട്ട് കഴിഞ്ഞാൽ എന്താണേലും നല്ല ചൂടുണ്ട്. പക്ഷേ അതുണ്ട്. പക്ഷേ ഈ കേർട്ടൻ അടച്ചിട്ട വലിയ ചൂട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അറിയത്തില്ല, ടിന്റ് നമ്മൾ ചെറുതായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഫ്രണ്ടിൽ ഈ ഗ്ലാസ്സിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട്. ഭയങ്കര ഡാർക്ക് അല്ലെങ്കിൽ തോന്നത്തില്ല, ചെറിയ രീതിയിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇല്ല. ഓക്കെ, അതൊക്കെയായിരുന്നു നമുക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. പിന്നെ C5 നിങ്ങൾക്ക് ഓണേഴ്സ് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വേറെ സിട്രോൺ C5 യൂസേഴ്സിനെ അറിയുമോ? ഓണേഴ്സ് ഗ്രൂപ്പിലൊന്നുമില്ല. പിന്നെ നമുക്ക് വണ്ടിയുള്ള 1-2 പേരെ അറിയാം. അപ്പം നമ്മുടെ ടൗണിൽ തന്നെ കൂത്താട്ടുളത്താണെങ്കിൽ പോലും എനിക്ക് വേറെ ഒരു വണ്ടിയും കൂടി ഉണ്ട്, ഒരു വൈറ്റ് കളർ. ബ്ലാക്ക് എനിക്കൊന്ന് ഞാൻ ചുരുക്കാണ്, വൈറ്റ് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു കളർ ഡാർക്ക് ബ്ലൂ കളറുണ്ട്. അത് എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ്. എങ്ങനെയുണ്ട്? മീൻസ് അവരുടെ എക്സ്പീരിയൻസിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇഷ്യൂസ് ഇപ്പം ഞാൻ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ഒരൊറ്റ കംപ്ലൈന്റ് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. പിന്നെ അതൊന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി താമസം എടുത്തു. എനിക്കൊന്ന് നമ്മൾ 1-2 പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവരാണേലും അത് കണ്ടുപിടിച്ചത്. ഏതായാലും ഞാനിവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. സോ അതിന്റെ സീറ്റിന്റെ കംഫർട്ടൊക്കെ, സീറ്റിന്റെ കുഷനിങ് ഒക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? ലോങ് ഡ്രൈവിനൊക്കെ കുഴപ്പമൊന്നുമില്ല, കംഫർട്ടബിൾ ആയിട്ട് തന്നെ. ഇതിന് വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ല. അതൊരു അതേ സമയം ഫോർച്യൂണർ അതുകൊണ്ട് അതെനിക്കൊന്നും ഉള്ളത് ഭയങ്കര നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചൂടിന് ശരിക്കും നമ്മൾ പെട്ടെന്ന് വേർക്കുമല്ലോ. അപ്പൊ എനിക്കൊന്ന് വെന്റിലേറ്റഡ് സീറ്റ് ഉള്ളത് ഭയങ്കര നല്ലതാണ് തോന്നുന്നല്ലേ? അതേപോലെ എനിക്കൊന്നു പിന്നെ വയർലെസ് ചാർജിങ് ഇല്ല, അതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത്രയും പ്രൈസ് വന്നിട്ടല്ലേ? ചാർജിങ് സ്പീഡ് ഒക്കെ പ്രോപ്പർ അല്ലേ? അതൊക്കെ ഓക്കെയാ, പക്ഷെ വയർലെസ് ചാർജിങ് ഇല്ല അങ്ങനെ. പിന്നെ സീറ്റ് വെന്റിലേഷൻ, അതുകൊണ്ടായിരിക്കും നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് അതുള്ളത് ഭയങ്കര നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷെ അതില്ല. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അതൊക്കെ ഉണ്ട്. എവരിതിങ് പെർഫെക്റ്റ്. അതെ പ്രോപ്പർലി വർക്കിംഗ്. ലാഗും ബഗ്സും കാര്യങ്ങളൊന്നും ഇല്ല. നോ നത്തിങ്. സോ ഇനി നമുക്കൊന്ന് വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാം. കോണേഴ്സ് നമ്മളൊന്ന് മീൻസ് കോണേഴ്സ് ഒക്കെ എടുക്കുമ്പോഴേ നല്ല കോർണറിങ് സ്റ്റെബിലിറ്റി. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഒരു കൺട്രോളിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ നിൽക്കുന്നു. ബ്രേക്കിങ്ങും പെർഫെക്റ്റ് ആണ്. 4 വീൽ ഡിസ്ക് ബ്രേക്സ് ആയിരിക്കുമല്ലോ എന്തായാലും. ഏതായാലും 4 വീൽ ഡിസ്ക് ബ്രേക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിട്രോൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻസ് ഒക്കെ കുറെ ഫീച്ചേഴ്സ്. സസ്പെൻഷൻ എനിക്കൊന്ന് നമ്മളെടുത്ത് ആക്ച്വലി ഭയങ്കര നല്ല, നമ്മൾ ആ കുലുക്കമുള്ള വഴി വന്നപ്പോൾ തന്നെ ഫീൽ ചെയ്തില്ലേ സസ്പെൻഷൻ.
അതെ അതെ അതെ, അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് വണ്ടിയുടെ. സിട്രോൺ ആണ് അത്തരത്തിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലോട്ട് സംഭാവന ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ വേണമെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒത്തിരി ഫീച്ചേഴ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം വേറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, നമുക്കിനി ഒന്ന് സ്പോർട്സ് മോഡ് അപ്ലൈ ചെയ്ത് നോക്കാം. സ്പോർട്സ് ഇക്കോ ഹിൽ ഡിസൈൻ കൺട്രോൾ അല്ലേ? അതെ അതെ, ഇപ്പൊ ഞാൻ സ്പോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ട്. സോ വണ്ടി നല്ല സ്റ്റേബിൾ ആയിട്ട് സ്മൂത്ത് ആയിട്ട് കയറി പൊക്കോളൂ അല്ലേ? അതെ അതെ, നമുക്ക് മറ്റേ ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ മറ്റേ കടന്നു പോവുക ഇടയിൽ കൂടെ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പറേന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, എങ്ങാനും കടന്നു പോയില്ലെങ്കിലോ എന്നൊരു ചിന്ത വരത്തില്ല. അതെ അതെ, കാല് കൊടുത്ത് എന്താണെങ്കിലും കേറി പോകുന്നൊരു കോൺഫിഡൻസ് നമുക്ക് വരും. പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിയറിംഗ് ആണ്, അടിപൊളി സ്റ്റിയറിംഗ് ആണ്. നമ്മൾ മെയിൻ കാര്യം ചോദിച്ചില്ല, ഫ്യൂൽ എഫിഷ്യൻസി. ഫ്യൂൽ എഫിഷ്യൻസി ഞാൻ ഇപ്പൊ ആലോചിക്കുമായിരുന്നു എന്താ അതിന്റെ കാര്യം ചോദിക്കാത്തെന്നുള്ള. ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യം പറഞ്ഞാൽ എനിക്കൊന്ന് മൈലേജ് എനിക്കൊന്ന് മാക്സിമം ഒരു 13 എന്നൊക്കെ പറയത്തുള്ളൂ. ഓക്കെ, അതിനപ്പുറം ഇല്ല. അത് ഈ പറഞ്ഞ രീതിയിൽ എൻജോയ് ചെയ്ത് ഓടിക്കുമ്പോഴും അത്രയും കിട്ടാറുണ്ടോ? എൻജോയ് ചെയ്ത് ഓടിക്കുമ്പോ എനിക്കൊന്ന് 10-11. 1 ഡിജിറ്റ് ആകാറില്ല? ഇല്ല, 1 ഡിജിറ്റ് ആയിട്ടില്ല ഇതുവരെ. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അത്യാവശ്യം ഞാൻ ഡ്രൈവിനൊക്കെ പോകുന്നോണ്ടാണെ പോലും എനിക്ക് അത്രയും മൈലേജ് കുറവ് കിട്ടിയിട്ടില്ല. നമുക്കൊരു ആവറേജ് ഞാൻ പറഞ്ഞില്ല ഒരു 13 ഒക്കെ കിട്ടുന്നു. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, വണ്ടി ഇപ്പം നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഒരു സജഷൻ കൊടുക്കുകയാണെങ്കിൽ പുതിയ കാർ ബയേഴ്സിന് ഒരു സിട്രോൺ എന്നുള്ള ബ്രാൻഡിലോട്ട് പോകാൻ ബ്രോ എന്തെങ്കിലും സജഷൻ കൊടുക്കാനുണ്ടോ ബ്രോയ്ക്ക്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ ഒത്തിരി ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്നവരാ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ലൈക്ക് വേറെ ഓപ്ഷൻസ് എന്താണേലും കാണും. പക്ഷെ അതേസമയം ഡ്രൈവിംഗ് ഒക്കെ ഇച്ചിരി എൻജോയ് ചെയ്ത് ഇച്ചിരി വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ, അങ്ങനെയുള്ള കംഫർട്ടബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഞാൻ ഈ വണ്ടി പറയും എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഷുവറായി ഈ വണ്ടി ഇതുവരെ ഓടിച്ചിട്ടുള്ള ആരും മോശം പറഞ്ഞിട്ടുള്ളവരാണെ പോലും ഓടിച്ചു കഴിയുമ്പോൾ ഒരു ഓടിക്കാൻ നല്ല സുഖമാണല്ലോ എന്ന് പറയും. അപ്പൊ അത് നമുക്ക് എന്താണെങ്കിലും അറിയാം, ഓടിച്ചു കഴിയുമ്പോൾ അങ്ങനെ പറയുമെന്നുള്ളത്. ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രൈസ് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓവർ പ്രൈസ്ഡ് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയും. കാരണം അതുകൊണ്ടാ വണ്ടി എനിക്കൊന്നും തീരെ കുറവാറുള്ളത്, അതുകൊണ്ടൊന്ന് യുണീക്ക് ആയിട്ട് ഇരുന്നോളും. അതെ അതെ, അങ്ങനെ വേണം. അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡും കൂടി ഉണ്ട് അതിന്. എനിക്കൊന്നും ഭയങ്കര ചുരുക്കാൻ തോന്നുന്നല്ലേ വണ്ടി, നമ്മൾ അങ്ങനെ റോഡില് കാണുമ്പോൾ ഭയങ്കര കുറവാണ്. അതെനിക്കൊന്നും ഈ പ്രൈസിന്റെ ഒരു ഇതുകൊണ്ട് മാത്രമായിരിക്കും അതിന് കാരണം. പിന്നെ വേറൊരു കാര്യമുള്ളത്, പുതിയ ബ്രാൻഡ് ഇന്ത്യൻസിന് അധികം പരിചയം. ഇപ്പം ഫോർച്യൂണർ നോക്കിയാലും 65 lakhs കൊടുത്തെടുക്കാനും ആളുണ്ട്. അതെ അതെ, പിന്നെ ആ ഒരു ബ്രാൻഡിന് ലോയൽ കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. ഒരുപാടുണ്ട്. മറ്റേ ടൊയോട്ട എന്ന് പറയുമ്പം ഓക്കെ, എന്നാ പിന്നെ അത് മതിയെന്ന് ലോഗോ മാത്രം മതി. അതെ 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 അതെ, അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഇപ്പൊ മറ്റേ ഫ്രോങ്സും ടൈസറും ഇറങ്ങിയതില് ടൊയോട്ടയുടെ പേര് കൊണ്ട് ടൈസർ എടുക്കുന്നവര് കുറെ പേരുണ്ട്. അതെ അതെ, സെയിം സാധനം എങ്കിലും ടൊയോട്ടയുടെ ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ പുതിയൊരു ബ്രാൻഡ് ആകുമ്പോ എന്താണേലും ആൾക്കാർക്കൊരു ഇത് കാണുമല്ലോ, പുതിയ ബ്രാൻഡ് എന്തായതൊന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ല. പിന്നെ വലിയൊരു MID ഒക്കെ വന്നിട്ടുണ്ട്. സിട്രോൺ C3 വന്നു കഴിയുമ്പോൾ MID ഒക്കെ വളരെ ചെറുത്, വളരെ മിനിമൽ ആക്കി കളഞ്ഞവര്. അതൊക്കെയായിരുന്നു ആദ്യമേ വണ്ടി കുറച്ച് ഹെയ്റ്റ് കിട്ടാനുണ്ടായിരുന്ന കാരണം. വണ്ടിയുടെ ഡ്രൈവബിലിറ്റിയിൽ ബെറ്റർ, സസ്പെൻഷനിലെല്ലാം കൊടുത്തെങ്കിലും ഈ കുറച്ച് ആവശ്യമുള്ള ഫീച്ചേഴ്സ്, അതുപോലെ മിറർ ഫോൾഡിങ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളും അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അവരൊന്ന് ഉഴപ്പി. അതൊക്കെ കുറച്ച് ഇതാകാൻ ദാഹിച്ചു. ഏതായാലും ഇതിന്റെ ഒക്കെ ഇൻഫർടൈൻമെന്റ് ആൻഡ് MID എനിക്ക് കുറച്ചുകൂടെ വലുതാന്ന് തോന്നുന്നു. നല്ല സ്റ്റാൻഡേർഡ്, നല്ലൊരു കളർ കോമ്പിനേഷൻ ഒക്കെ എടുത്തിട്ട് നല്ല MIDs ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതൊക്കെയായിരുന്നു നമുക്ക് സിട്രോയിൻ C5 എയർക്രോസിനെ പറ്റി സംസാരിക്കാനുണ്ടായിരുന്നത്. ഏകദേശം 50,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള C5 എയർക്രോസിന്റെ റിവ്യൂ ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പം ബ്രോയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ബ്രോ ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച് ബ്രോ.
താങ്ക് യു സോ മച്ച്. നമ്മൾ കുറച്ച് നാളായിട്ട് റിവ്യൂ പ്ലാൻ ചെയ്യാണ്. ആക്ച്വലി ഞാൻ വഴി വെച്ചാണ് ബ്രോയെ കാണുന്നത്. സോ C5 എയർക്രോസ് എന്നുള്ളൊരു വണ്ടി അധികം ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ റിവ്യൂ ഒന്നുകൂടി ഒരു ട്രാഫിക് ബ്ലോക്കിൽ അതെ അങ്ങനെയാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം ഒരു കൊല്ലമായെന്ന് തോന്നുന്നു. ഒരു വർഷമായി നമ്മൾ ഒരു വർഷമായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരുന്ന ഇപ്പോഴാണ് ഏതായാലും നടക്കുന്നത്. ഇപ്പോഴാണ് നടന്നത്, ഫൈനലി നടന്നു. ഓക്കെ, സോ ഏതായാലും ഈ വീഡിയോ പലർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിലും അധികം ഒന്നും കാണാൻ കിട്ടുമോയെന്ന് അറിയില്ലെങ്കിൽ സിട്രോണെ പറ്റിയുള്ള കുറച്ച് ഒരു ഐഡിയ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റി. സോ അതൊക്കെയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദ റിവ്യൂ. താങ്ക് യു. സോ പുതിയ വീഡിയോസുമായിട്ട് നമ്മുടെ ചാനലിൽ ഇതുപോലെ യൂസർ റിവ്യൂസ് ഒക്കെ വരുന്നതായിരിക്കും. സോ ഗോ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.